അമ്മ ഇതാര് ഉമ്മടെ മോളാ വരുന്നത്. വാ 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 മോനെ, കേറി വാ മോനെ, വാ വാ. മഴയത്തെ പോലും എനിക്കിപ്പോ കൂളിംഗ് ഗ്ലാസ് വെച്ചേ പറ്റൂ. ഹലോ മാമി. വാ ഇങ്ങോട്ട് കേറ്. എന്റെ മക്കളൊക്കെ നോക്കേ. അയ്യോ. വാ മോനെ. അമ്മാമിക്ക് സുഖം തന്നെ അല്ലേ? ആ മോള് വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു മോൻ വന്ന ആര്യാക്ക. എത്ര ദിവസം മോനെ ലീവ്? 2 days ലീവ്. ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന സമയല്ലേ ഉള്ളൂ അല്ലേക്കാ? അതെ മോളു. മക്കളെ ഇങ്ങോട്ട് വരും. ഇരിക്കൂക്ക. ആ പിന്നെ മോനിക്ക് അങ്ങനല്ലേ, എനിക്ക് അറിയാല്ലേ. ഇരുമോനെ ഇരുമോനെ വാ. മോളെ അങ്ങോട്ട് ഇരിക്കാൻ പറ അവനോട്. ഇരിക്ക. മോളു ഇവിടെ വന്നിരിക്കൂ. അതെപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കണം. പിന്നെ ഉമ്മ, ഞാനൊരു പർദ്ദ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 10,000 രൂപ ഇക്കോടെ നിർബന്ധമായിരുന്നു. ഉമ്മായിക്ക് 10,000 രൂപയുടെ തന്നെ വാങ്ങണമെന്ന്. 10,000 രൂപയുടെ പർദ്ദയാ മോളെ. പക്ഷെ ഞാൻ വണ്ടിന്ന് എടുത്തില്ലമ്മ. നമ്മുടെ സർവന്റ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടെടുപ്പീരേ. അല്ല ഉമ്മ പോയി എടുത്തോളാ. മോള് കാറ് തുറന്നിട്ടിരിക്കുകയാണ്. ഉമ്മ പോയി എടുത്തോളാ. മോള് പോണ്ട, മോള് അവിടെ ഇരുന്നോ. എനിക്കാണെങ്കിൽ എന്തോ ചൂടോ. ഇവിടെ AC വെച്ചില്ലല്ലേ ഇതുവരെ. മാമി ഞാൻ 2 ദിവസത്തെ ലീവിനാണ് വന്നത്. അതെ, ഇക്കാക്ക് പിന്നെ വലിയ ദൂരമല്ലല്ലോ, പോവുക വരിക അല്ലേ. ഉമ്മയുടെ മറ്റേ അവള് വന്നില്ലേ? അവള് ഇങ്ങോട്ട് വരുമോന്ന് പറഞ്ഞ്. ഒന്ന് വന്നിട്ട് ഞാൻ അപ്പാങ്ങ് ഇറങ്ങാം, വരട്ട്. അവര് വന്ന് ഇനി വരുമെന്ന് പറഞ്ഞപ്പോ ഇനി ഇറങ്ങുന്നത് ശരിയല്ലല്ലേ. അവര് വന്നാൽ ഞാൻ അവരോട് മിണ്ടൂല. അവര് വേണമെങ്കിൽ എന്നോട് മിണ്ടാൻ പറയണം. ബേബി, ഞാൻ പറയാം എന്റെ ചേട്ടത്തിയോട് ഇക്കായോട് വന്ന് മിണ്ടാൻ. അവള് മിണ്ടും. മോൻ മിണ്ടണ്ട, മോനകത്ത് വെക്ക. മോനകത്തോട്ട് കയറിയിരുന്ന. അവളൊക്കെ വരുമ്പോ ഇക്കാക്ക് നാണക്കേടാണ്. ഉമ്മ പറയരുത് അവളുടെ ഹസ്ബൻഡോട് സംസാരിക്കാൻ കേട്ടോ. അത് വെറും കൂലിയാ. അതെന്താ ചെയ്യാനാ. വെള്ളം കുടിച്ചു. ഫഹദു, വാപ്പി നീറ്റാണ്. വാപ്പിയുടെ ദേഹത്ത് ഒരു തുള്ളി അഴുക്കോ പൊടിയോ വന്നിരുന്ന എന്റെ അടുത്ത് കാണിക്കാനുള്ളത്. ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിരിക്കും കേട്ടോ. ഒരു കാര്യം ചെയ്യൂ, ബേബി റൂമിലോട്ട് പോയിക്കോളൂ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. മോളു പിന്നെ അങ്ങ് വരണം. ഓക്കേ. ഉമ്മ പറഞ്ഞു കേട്ടല്ലോ, എന്റെ ഹസ്ബൻഡ് സംസാരിക്കില്ല. പിന്നെ ഉമ്മ പെട്ടെന്ന് പറഞ്ഞു വിടാനും കൂടെ നോക്കണേ. അവർക്ക് നമുക്ക് നാണക്കേടാണ്. വേറും ജോലിയില്ല. വരുന്നേ. അവളും പിള്ളേരും വരുന്നടി. മോളങ്ങകത്ത് പോയിക്കോ. ഞങ്ങൾ പെരുന്നാളല്ലേ, 2 ദിവസം ഉമ്മടുത്ത് നിൽക്കട്ടെ. 2 ദിവസം നിൽക്കുന്ന അമ്മ അടുത്ത് നിന്നിട്ട് ബാ. അപ്പോഴേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. വിളിക്കാം. 2 ദിവസം നിന്നിട്ട് എത്ര ദിവസം കൂടിയാ, കുട്ടികൾക്ക് സ്കൂളില്ലല്ലേ. മക്കളെയൊക്കെ ശ്രദ്ധിച്ചോളണം. ശ്രദ്ധിക്കാം. മക്കളെ ഓടരുതേ, വീട്ടിൽ തന്നെ നിക്കണേ കേട്ടാ. കൊള്ളാല്ലേ നൈറ്റി, മായ്ക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. കൂടെ എന്തൊക്കെ കവറും താങ്ങി പിടിച്ചൊക്കെ വരുന്നു. ഉമ്മ 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 ഇവിടെ ഇല്ലേ? എന്താത്തീ വന്ന്? മാമ ഞങ്ങള് ഓട്ടോയിലാ വന്നത്. അവിടെ വഴിയിൽ ഇറങ്ങിയിട്ട് കുറച്ചിങ്ങോട്ട് നടന്നു കയറി. ആട്ടോയില്ല. അല്ല, നിങ്ങള് വരുമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇവിടെ ഇരുന്നത്. ഞാൻ ഇവളെ വീട്ടിൽ പോകാൻ ഇരിക്കുവായിരുന്നു. ഉമ്മ
ഇക്കായേ ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ ഉമ്മായിക്ക് ഒരു നൈറ്റി വാങ്ങി. നോക്കുമ്മ. ആ നൈറ്റിയാ? ഓ നൈറ്റിയൊക്കെ ഇഷ്ടം പോലുണ്ട്. ഇവളെനിക്കടി 10,000 രൂപയുടെ ഒരു പർദ്ദ വാങ്ങിക്കൊണ്ട് തന്നു. നല്ല രസമുണ്ട് കാണാൻ. ആ അതിവിടെ കിടക്കട്ടെ. അവളെ നാളെ അവളെ കെട്ടിയോൻ പോവല്ലേ, ഈ ചക്കയൊക്കെ വെട്ടി കൊടുക്കണം. ശരിയൊന്നു ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം. ഞാൻ ഇവിടെ പിന്നെ നീയൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നതാ. ഇക്ക ഇരിക്കും, ഞാൻ വെള്ളം എടുക്കാം. ഇരിക്കും. ഓ നീ പോയി പിള്ളേർക്ക് വെള്ളം എല്ലാം കൊടു. മരുമോൻ വെളിയിലോട്ട് ഇരുന്നോ. ആ സിറ്റ് ഔട്ടിൽ കസേര ഉണ്ടല്ലോ എപ്പോഴും ഇരിക്കുന്ന, ആ കസേരയിലോട്ട് ഇരുന്നു. ഒഴിവാക്കി വിടും. ആ ചോറ് ഉച്ചകലത്തെ കാണണം. ഞാൻ വന്ന് വേണമെങ്കിൽ എടുത്തു തരാം. ഇക്ക വായിക്കാം. നല്ല സുഖം, നല്ല സുഖം. നമ്മളെ വീട്ടിലെ അസേരാണല്ല, ഇത് നല്ല കുതിച്ചു പൊങ്ങുന്നു. സക്കാത്ത് കൊടുക്കും. യോ അത് നശിപ്പിച്ച് തരും. അതീ കയറി കിടന്ന് ചാടുന്ന എന്തിനെ മക്കളെ? അതങ്ങോട്ട് വൃത്തിയാക്കിയിട്ട ഈ പിള്ളേർ ഇത് വല്ല ഈ പിള്ളേര് കണ്ടിട്ടുണ്ടോ? വന്ന കിടന്നങ്ങ് ചാടി നശിപ്പിക്കും. എന്നാ സക്കാത്ത് പിടി. ആ സക്കാത്ത്. ആ ഉമ്മ, നമുക്ക് സക്കാത്ത് കിട്ടി 10 രൂപയായിട്ട്. എന്നാടാ നീയും പിടി. 2 പേർക്കും കിട്ടി. അയ്യോ എന്റെ മക്കള്. എന്നാ ഡേ ഗ്രാൻഡ്മ വിളിക്കുന്നു. ഫോണിൽ നിന്ന് കണ്ണെടുക്കൂ. ഗ്രാൻഡ്മ എന്തിനാ വിളിക്കുന്നേന്ന് നോക്കൂ. വലിയമ്മയുടെ വക. എന്നാ വാങ്ങിക്കൂ. പോപ്കോൺ മേടിക്കാൻ മാത്രമേ ഉള്ളൂ. ആ ഇതൊക്കെ കുട്ടികൾക്ക് പോപ്കോൺ വാങ്ങാൻ പോലും അല്ല. അതോ പോപ്കോണോ? അതെന്താ അമ്മ, ഉമ്മായിക്ക് ചെറുമക്കള് 4 തരമാണോ അമ്മ? അവരൊക്കെ അങ്ങനെയല്ലേ വളരുന്നത്. പോപ്കോൺ പോലും തികയത്തില്ല. ആ നോട്ടിന്റെ കളറിനൊരു വ്യത്യാസമല്ലേ അമ്മ? എന്റെ മക്കൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും ഉമ്മ. കാര്യം അവര് ഇതുവരെ 10 രൂപയൊന്നും കണ്ടിട്ടില്ല. വെച്ചേരെ മക്കളെ. ഞാൻ അവരെ കൂടെ അവളെ വീട്ടിലോട്ട് പോന്നു. അവൻ നാളെ പോന്നോണ്ട് കുറെ സാധനമൊക്കെ ആക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ പോവാനായിട്ട് ഇറങ്ങിയതായിരുന്നു. നീ വന്നിട്ട് പോവാന്ന് വിചാരിച്ചതാ. അപ്പൊ നിങ്ങൾ പോവുമല്ലേ? ഞാൻ 2 ദിവസം നിക്കണമെന്നും ഉമ്മയുടെ കൂടെ സ്നേഹത്തോടെ നിക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നതാ അമ്മ. ആ അവനും അവളും എന്നെ കാത്തു നിൽക്കുക കൊണ്ടുപോവാനേ. ഉമ്മായിക്ക് എന്നെ എന്റെ മക്കളെയും പറഞ്ഞു വിടാനുള്ള ധൃതിയില അമ്മ. നിന്റെ മനസ്സിന്റെ അടി നീ ഇങ്ങനെയൊക്കെ കാണുന്നത്. എന്റെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനായതുകൊണ്ടായിരിക്കും. എനിക്ക് ഒരുപാട് പ്രാവശ്യം ഇത് മനസ്സിലായിട്ടുമുണ്ട്. എന്റെ മക്കള് അവരെ ജീവിതത്തിൽ ഒന്നും മറക്കാൻ പറ്റത്തില്ലായിരിക്കും കേട്ടാ. അവർക്കിത് എന്നും ഒരു ഓർമ്മയായിരിക്കും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അക്കാര്യം കൊണ്ട് ചിന്തിക്കണം. ആ കാണിക്കുന്ന വ്യത്യാസം അത് അവർക്ക് എന്നാലും മനസ്സിലാവും. പോട്ടേടി. ആ എങ്കിൽ പോ. ആ ആ പോന്നോ നീ? ബാ.
ആ പൈസ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചേരെ. ഉമ്മയുടെ മോക്കേ പൈസ കൊടുത്തതിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് പെട്ടെന്ന് ഇറങ്ങി പോയത്. 10 രൂപ അവർക്ക് എന്ത് തികയത്തില്ലേ? ഓ അത് തന്നെ അവക്ക് പിടിച്ചില്ല, എനിക്ക് മനസ്സിലായി. രണ്ട് തട്ടിലല്ലേ കാണാൻ പറ്റൂ, ഒറ്റ തട്ടിൽ കാണാൻ പറ്റൂ. ഇക്ക ഞങ്ങളും വരുന്നിക്ക വീട്ടിലോട്ട്. ഓട്ടോ വിളിച്ചോ? അല്ല, വീട്ടിലിക്ക ഒറ്റയ്ക്കല്ലേ ഉള്ളു, ഞങ്ങളും വരുവാ. ഉമ്മ 2 ദിവസം നിക്കാം. എല്ലാരും ഉള്ളതല്ലേ, 2 ദിവസം നിക്കാം. എന്ത് നമ്മളെ വീടുണ്ടല്ലേ, നമ്മളെ വീട്ടിൽ പോയി നമുക്ക് അവിടെ എന്നാലും എല്ലാരും ഉണ്ടല്ലോ. കുഴപ്പമില്ല, നമ്മളെ വീട്ടിൽ പോയേ 2 ദിവസം നിക്കാന്ന് വിചാരിച്ചു. അവരങ്ങനെയുള്ള കുട്ടികളല്ലേ, 10 രൂപയുടെ ആവശ്യമുള്ളൂ. എൻ്റെ കുട്ടികളെ കണക്ക് റിച്ചായിട്ടൊന്നും അല്ലല്ലോ അവർ വളരുന്നത്. ഇക്ക റൂമിന്ന് വായിക്ക, അവര് പോയിക്ക. മോളു അവരൊക്കെ പോയോ? അവര് പോയി. ചേട്ടത്തി വന്ന് സംസാരിച്ചായിരുന്നു ഇക്കായോട്. എന്നോടാരും മിണ്ടിയൊന്നുമില്ല. സംസാരിച്ചില്ലേ? എങ്കിൽ ഞാനും സംസാരിക്കത്തില്ല എന്റെ ചേട്ടത്തിയോട്. അവളാള് കൊള്ളാല്ലേ. മോളു ഉമ്മായെ വിളിക്കൂ, നമുക്ക് പോകാം. ബാ, ഉമ്മായെ വിളിക്കൂ. ഉമ്മാക്ക് അവിടെ ജോലിയൊക്കെ ഉണ്ട്, അതെല്ലാം ഒതുക്കണം, പറക്കണം, വൃത്തിയാക്കണം. ഉമ്മായെ വിളിക്കൂ, നമുക്ക് പോകാം. ഉമ്മ നിങ്ങൾ വാ അങ്ങോട്ട്. ഡീ കിടന്ന് ബഹളം വെക്കാത്ത, ഞാൻ ദാ വരുന്നു. എനിക്കൊരു പർദ്ദ മാത്രം ഇട്ടാ പോരെ? മോളെ ചക്ക എടുത്ത വണ്ടി കയറ്റിയാ? കുറച്ച് ജോലിയൊക്കെ ഉണ്ട് വീട്ടില്. ഇവിടെ ഇരുന്നാ എനിക്ക് അവിടെ എന്തെല്ലാം പാക്ക് ചെയ്യണം, ഇക്കായ്ക്ക് കൊടുത്തു വിടാനുള്ള എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കണം. കുറച്ച് ചക്കയൊക്കെ ഒന്ന് വന്ന് വെട്ടിത്താ. താമസിക്കണ്ട, വരൂ മോളു. ഒന്ന് വന്നല്ലേ പറ്റൂ. ബാ 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 ബാ. 500 രൂപയുടെ പർദ്ദ വാങ്ങി. 10,000 രൂപയുടെ പർദ്ദ അല്ലേ മരുമോ വാങ്ങി തന്ന? ഉമ്മാക്ക് ആര് നന്ദിയെങ്കിലും വേണം. ബാ, അച്ചാറെല്ലാം എടുത്ത് കയറ്റിയാ? മോനിക്ക് കൊണ്ടുപോകാനുള്ളത് ഉമ്മ പ്രത്യേകം ഉണ്ടാക്കിയതാ. മോൾ അതെല്ലാം എടുത്ത് വണ്ടി കയറ്റേ. ഉമ്മ ദാ വരുന്ന, ഒരു 5 മിനിറ്റ് നീ ബഹളം വെക്കണ്ട. അവിടെ ചെന്നിട്ട് ഉമ്മ എല്ലാം ഉണ്ടാക്കി തരാം. ദാ വരുന്നു, ഒരു 5 മിനിറ്റ് പർദ്ദ മാത്രം ഇട്ടാ മതി. ദാ വരുന്നടി.